പുതിയൊരു ട്രെയിൻ വരുന്നത് മെമു കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് വൈകുന്നേരം 7:15 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് സംഭവം? നമുക്ക് പരശുരാമ് 5 മണിക്ക്, പിന്നെ നേത്രാവതി 5:10, പിന്നെ 5:30 എക്സ്പ്രസ്, പിന്നെ അത് കഴിഞ്ഞാൽ 6:15 കോയമ്പത്തൂർ നിന്ന് വേറൊരു ലോക്കൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 9:30 അല്ലേ? എത്ര ആൾക്കാരാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ആ സമയത്ത് വേറെ ഒരു ട്രെയിനോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഈ ബസ്സിൽ കുത്തിപ്പിടിച്ച് കയറി ആ മറ്റേ ട്രെയിന് പിടിക്കേണ്ടിയിട്ട് ഓടിപ്പിടിച്ച് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിനിടയിൽ കോഴിക്കോട് നിന്ന് കാസർഗോഡിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ എത്രയും നല്ലതല്ല അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ടാവും, എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനുള്ളൊരു ആക്ഷൻ എടുക്കുന്നില്ല. ചെറിയൊരു മെമ്മോ ഇട്ടാൽ പോരെ അല്ലേ? പക്ഷേ അത് വരുന്നില്ല. എന്തുകൊണ്ടാണ്? പക്ഷേ ഇപ്പം വന്നെന്ന് വിചാരിക്കുന്നത് അല്ല, ഇപ്പം വന്നിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെടും, ശരിയല്ലേ? ഇതേപോലെ കോഴിക്കോട്, പിന്നെ കൊയിലാണ്ടി, പയ്യോളി അങ്ങനെയുള്ള സ്റ്റേഷനിലൊക്കെ നിർത്തിയിട്ട് അങ്ങനെയുള്ള ഇതിലൂടെ വന്നത് വടകര, മാഹി, അങ്ങനെ തലശ്ശേരി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ട്രെയിന് വൈകുന്നേരം ആ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ബസ്സിൽ തിക്കും തിരക്കും പിടിച്ചിട്ട് ഒരു ദിവസം ഫുള്ള് ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നവർ എത്ര ആശ്വാസം ഉണ്ടാവും. എത്ര ആൾക്കാരുണ്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ജോലിക്ക് വരുന്നവരും കാസർഗോഡ് നിന്നൊക്കെ വരുന്നവരും പോയിട്ട് വരുന്നവരും ഒക്കെ ആയിട്ട് എത്ര ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? എപ്പം വരും? ആര് ഭരിക്കണം? ആര് മാറണം? എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് എനിക്കറിയില്ല. അത് കാരണം അറിയില്ല എന്ന് പറയാൻ പല ആൾക്കാരും പലതിനും വേണ്ടിയിട്ട് എവിടെയൊക്കെയോ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റം അതിന് വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല.